ഇൻ ഹരിഹർ നഗറിൽ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഈ സോങ്ങിന് ഇന്നാർക്ക് ഇന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കുറേ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. വേലായുധൻ കീഴിലും എടുത്ത കുറേ കളർഫുൾ ടീഷർട്ട്സ്. അത് ഫ്രീ സൈസാണ്. ഓരോ ഷോട്ടിൻ്റെ സമയത്ത് ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത്, കുറച്ച് ഷോർട്സ് കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഓടിപ്പോയി ചുവന്ന ടീഷർട്ട് അല്ലെങ്കിൽ മഞ്ഞയോ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറിലുള്ള ടീഷർട്ടൊക്കെ എടുത്ത് മുകേഷ് അതുവഴി കറങ്ങിയിട്ടൊക്കെ പതുക്കെ റിലാക്സ് ചെയ്തൊക്കെ വരും. മുകേഷ് വന്നിട്ട് അവസാനം മുകേഷ് പറഞ്ഞ് തിരഞ്ഞെടുക്കും, ഈ റെഡ് ഇത് കൊള്ളാം. അപ്പോൾ വേലായുധൻ പറയും, ഇല്ല സാർ റെഡ് ജഗദീഷ് ഏട്ടൻ എടുത്തു പോയി, ഇപ്പോൾ ഇത് പറ്റില്ല. ഇങ്ങനെ 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഡേ ഈ ഷർട്ട് ഇട്ട ഗംഭീര അഭിനയാവെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പാട്ടിലേക്ക് കിടക്കാം. മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളുള്ളു മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുടരും വാലുവിറയൽ പക്ഷി പറയും ഭൂമി ഇനി അടിമുടി കൊല്ലുന്നു കുറുവലം നനങ്ങുമ്പോൾ പൊന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. പൂവനഹങ്കാരം ഇവിടെ ഞാൻ കൊക്കരകോ കൂവുകയില്ലെങ്കിൽ വഴിയേ പുലരി വരും. പൂവനഹങ്കാരം ഇവിടെ ഞാൻ കൊക്കരകോ കൂവുകയില്ലെങ്കിൽ വഴിയേ പുലരി വരും. ഉസിരേറിയാൽ പുലി പുല്ലടാ ഉസിരില്ലെന്നതു നേരടാ എലി തുമ്മിയാൽ മല വീഴുമോ എരിതീയിൽ ചിരിവേവുമോ. കലഹം കൂടുമുലകം പേടു പലതും കാട്ടിയതിലെ പായുമൊരു പുഴയുടെ നിരയിലെ നിരയുടെ നരി വരുന്നം മറന്ന് തെന്നിപ്പറന്ന ഓക്കെ, ഇനി ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മള് ഇപ്പൊ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ടു ഹരിഹർ നഗറിലേക്ക് എത്തുമ്പോൾ 18 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ കളിയാക്കിയൊക്കെ പറഞ്ഞെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വളർച്ച എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരു കാര്യം, അന്നത്തെ ഒരു മെച്യൂരിറ്റിയുടെ കുറവും ഇന്ന് ആ മെച്യൂരിറ്റി വന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം, കളിയാക്കണമെങ്കിൽ കളിയാക്കുകയും ചെയ്യാം. അന്ന് ഇൻ ഹരിഹർ നഗറിൽ ഉന്നം മറന്നെടുത്തപ്പോൾ നമ്മൾ ബൈക്കിൽ 2 ബൈക്കുണ്ട്. അത് ഒന്ന് ഓടിക്കുന്ന മുകേഷ്, ഒന്ന് ഓടിക്കുന്ന സിദ്ദിഖ്. അപ്പോൾ അത് ഓടിച്ച് കുറേ ഷോട്ട്സ് എടുത്തപ്പോൾ ഞാൻ പതുക്കെ മുകേഷിൻ്റെ അടുത്ത് തന്നെ റിക്വസ്റ്റ് ചെയ്തു, മുകേഷ് എനിക്ക് ഏതെങ്കിലും ഒരു ഷോട്ടിൽ ഞാൻ ഓടിക്കാൻ, നീ ബാക്കി ഇരിക്കണം. കാരണം അത് പറ്റില്ല, നമ്മൾ 4 പേരും ഈക്വലാണ്. അപ്പോൾ ഞാൻ ഓടിക്കണം ഒരു ഷോട്ടിൽ. അപ്പോൾ മുകേഷും സിദ്ദിഖും ലാലും എല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിക്കുന്നു ബാക്കിൽ, 1-2 ഷോട്ടിൽ മുകേഷ് ബാക്കിൽ വന്നു, അശോകൻ ഓടിച്ചു, സിദ്ദിഖ് ബാക്കിലിരുന്നു. എന്നാൽ ടു ഹരിഹർ നഗറിൽ എത്തിയപ്പോൾ ഇതേപോലെ വന്നപ്പോൾ നിങ്ങൾ ഓടിച്ചപ്പോൾ ഞാൻ ഓടിക്കാമെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതൊരു അന്നത്തെ എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വന്നപ്പോൾ മുകേഷ് ഓടിച്ചിട്ട് ഞാൻ ബാക്കിൽ ത്രൂ ഔട്ട് ഞാൻ ബാക്കിലിരുന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആക്ടിങ്ങിൽ എവിടെ ഇരിക്കുന്നു, ഇത് പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിൻ്റെ എവിടെ ഇരിക്കുന്നു, എന്തിരിക്കുന്നു എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ക്ഷണിക്കും. അല്ലല്ല, അത് ശരിയാണ്. ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ അന്നങ്ങനെ നമ്മൾ ഒരു ഇമ്മച്യൂർഡായിട്ട് പെരുമാറിയെന്ന് അങ്ങനെ മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ റിസബാവിടെ ഡെന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ കണ്ണടച്ച് കാണിക്കുമ്പോൾ ആക്ടിങ് ആയിരുന്നില്ല എന്ന് ചോദിക്കാൻ പറയുന്നത് അന്ന് മുകേഷാണ്. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇംപ്രവൈസേഷൻ. അത് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാക്കിയതും ജഗദീഷിന് ഏറ്റവും കൂടുതൽ കൈയടി അത് അന്ന് മുകേഷാണ് പറഞ്ഞത്. അങ്ങനെ കണ്ണടിച്ച് കാണിക്കുമ്പോൾ വെറുതെ റിയാക്ഷൻ പോരാ, അവൻ ചോദിക്കട്ടെ ആക്ടിങ് ആയിരുന്നില്ലേ എന്ന് പറഞ്ഞു. അല്ല അന്നും അത്തരം ഞാൻ പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിരുന്നാൽ സിനിമയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഒരു ഡ്രൈവും ഒരു സ്പിരിറ്റും വേറൊരു തരത്തിലായിരുന്നു. ഒരു സ്ട്രഗ്ലിങ്ങിന്റെ അന്നത്തെ പീരീഡ് അതാണ്. ഇന്ന് ആ സ്ട്രഗ്ലിങ്ങിന്റെ പീരീഡ് അല്ല, ഇന്ന് നമുക്ക് നന്നാക്കണം എന്നുള്ള വാശിയാണ്. അന്ന് സ്ട്രഗിളിന്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു.